ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒന്നാമനായിരിക്കണം, വലിയവനായിരിക്കണം എന്നൊക്കെയാണ്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരിയധികം കഠിന പരിശ്രമങ്ങൾ, അധ്വാനം നടത്താറുണ്ട്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ സേവനവും ശുശ്രൂഷയും നമുക്ക് കിട്ടണമെന്നൊക്കെയാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഒന്നാമനായിരിക്കുക അല്ലെങ്കിൽ വലിയവനായിരിക്കുക എപ്പോഴും നടക്കുന്ന കാര്യമല്ല. കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. ഒന്നാമനാഗ്രഹിക്കുന്ന മറ്റു പലരും നമ്മളെ തട്ടി താഴെയിട്ടെന്ന് വരാം. വലിയവരാകാൻ ആഗ്രഹിക്കുന്ന മറ്റു പലരും നമ്മളെ ചെറുതാക്കിയെന്ന് വരാം. മറ്റുള്ളവരുടെ ശുശ്രൂഷ പലപ്പോഴും നമ്മൾ നിർബന്ധിച്ചായിരിക്കും മേടിക്കുക. അത് അധികം നാളൊന്നും നീണ്ടു നിൽക്കില്ല. കർത്താവ് നമ്മളോട് പറയുന്നത് മറ്റുള്ളവരുടെ ശുശ്രൂഷകനായിരിക്കണം, ദാസനായിരിക്കണം എന്നൊക്കെയാണ്. വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പം ഒന്നാമത്തെ സീറ്റിൽ പോയിരിക്കാതെ അവസാനത്തെ സീറ്റിലിരിക്കണമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. മറ്റുള്ളവരുടെ സേവനം സ്വീകരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ പരിശ്രമിക്കണമെന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ആ ഒരു മാതൃകയാണ് നമ്മൾക്ക് കാണിച്ചു തന്നത്. സ്വന്തം ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി തന്നപ്പോഴും ആ ഒരു കാര്യമാണ് അവിടുന്ന് നമ്മളോട് കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവത്തോടെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്കൊത്തിരി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.